നേറ്റിയെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ആണോ? യെസ്. അപ്പോ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കർത്താവിനെ വിളിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കാണാം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ലൂക്കാ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം നിങ്ങൾ വായിച്ച് എന്നെ സഹായിക്കുക. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ബൈബിളുള്ളവര് എടുത്ത് ഉറക്കെ വായിക്കാം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണേ, ഈശോ എന്ത് ചെയ്യായിരുന്നു? ഈശോ കുഴിമന്തി തിന്നോണ്ടിരിക്കുകയല്ലായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ, പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നും. ഞാൻ എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നും. പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ടാൽ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടാൽ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. അപ്പോ പ്രാർത്ഥിക്കുന്നവരെ കാണണം. പ്രാർത്ഥന മനുഷ്യരെ കണ്ട് നമ്മുടെ തലമുറ വളരണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. എനിക്ക് എൻ്റെ വല്യമ്മയെ ഓർമ്മയുണ്ട്. എൻ്റെ വല്യമ്മച്ചി മരിച്ചത് 102 വയസ്സുള്ളപ്പോഴാണ്. ഹല്ലേലൂയ. എത്ര വയസ്സ്? 102 വയസ്സ്. എൻ്റെ വല്യമ്മയ്ക്ക് ഒരു പൊട്ട കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടിക്ക്, അമ്മച്ചിക്കുള്ള ഒരു കണ്ണാടിയുണ്ട്, ഒരു ഗ്ലാസ്സേ ഉള്ളൂ, മറ്റേടത്ത് ഗ്ലാസ് ഇല്ല. അപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ ചൊറിയാം, അകത്തൂടെ കൈയിട്ട്, ഫ്രെയിമിനകത്തൂടെ കൈയിട്ടേ ഇങ്ങനെ ചൊറിയാം. ഗ്ലാസ് ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, നിവൃത്തിയില്ല. അപ്പൊ ഒന്നേ ഉള്ളൂ. വേറെ കണ്ണാടി വാങ്ങാനൊന്നും വല്യമ്മയുടെ കാശൊന്നുമില്ല. എന്നാൽ ആ പൊട്ടക്കണ്ണാടി വെച്ചുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റിരുന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. ഇതെന്റെ നന്നേ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ തിരുസന്നിധി, ഇങ്ങനൊരു പാട്ടുണ്ടറിയോ? 2 മണിക്ക് 2:30ക്ക് 3-നൊക്കെ എഴുന്നേറ്റാ ഈ പാടുന്നേ. നമ്മൾ ഉറങ്ങുകയല്ലേ. ഇപ്പൊ ഞാൻ പറയാം, അമ്മച്ചി അത് രാവിലെ ആയിട്ടില്ല, അമ്മച്ചിക്ക് മാത്രമേ ആയിട്ടുള്ളൂ, വേറെ ആർക്കും ആയിട്ടില്ല. ഞാന് ഇന്നത്തേതുപോലെ അന്നും വികൃതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ എൻ്റെ അമ്മച്ചി അടങ്ങിക്കിടക്കടാന്ന് പറഞ്ഞിട്ട് എനിക്കിട്ടടിക്കും. പിന്നെ അമ്മച്ചി മനമേ പക്ഷിഗണങ്ങളുണർന്ന്, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മച്ചി, പക്ഷി എഴുന്നേറ്റിട്ടില്ല, അമ്മച്ചി മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ വെളുപ്പാങ്കാലത്ത്. അപ്പൊ എനിക്ക് എൻ്റെ വല്യമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീറ്റത്തോർത്തൊക്കെ തലയിലിട്ട്, ഒരു പന്ന തുണിയൊക്കെ തലയിലിട്ട്, ഇങ്ങനെ കൂനിക്കൂടിയിരുന്ന് കർത്താവേ യേശുവേ ദൈവമേ, ഇങ്ങനെ കരച്ചിലാ ഫുൾ ടൈം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ കരച്ചിലാണ്. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഞാൻ സെമിനാരിയിൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയ്ക്കൊരു അസുഖമുണ്ട്, ഞാൻ കിടക്കുന്ന കട്ടിലെ വന്നിരുന്നേ ഞാൻ നന്നാവാനാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനാവാനായിട്ട് പോകുമ്പോൾ എൻ്റെ അപ്പനമ്മമാരാണ് ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത്. കാരണം അവർ പറഞ്ഞു, നീ ഒരിക്കലും അച്ഛനാകുമെന്ന് ഞങ്ങൾ വിദൂര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിന്നെ ഞങ്ങൾക്ക് അറിയാം. ദൈവം മോശയോട് പറഞ്ഞ പോലാണ്, മോശേ എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് പറഞ്ഞ പോലാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ പെങ്ങള് ഒരു കന്യാസ്ത്രീയുണ്ട്. അപ്പോൾ എൻ്റെ പെങ്ങള് അന്ന് കോൺവെൻറ്റിൽ പോയി ചേർന്ന്. അപ്പോൾ 3-4 കൊല്ലമായി. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും അവനെ സെമിനാരിയിലോട്ട് വിടരുത്. കാരണം അവൻ എനിക്കൂടെ പാരയല്ല, നാണക്കേടുണ്ടാക്കും. അങ്ങനെ പറഞ്ഞേ. മനസ്സിലായോ? ഞാൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ, അപ്പോൾ ഞാൻ നന്നാവാൻ വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കട്ടിലേ വന്നിരുന്നിട്ട് ഇതുപോലെ ഒരു തോർത്തൊക്കെ തലയിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പം ഞാൻ ചോദിക്കാം, അമ്മ ഇവിടെ എന്താ പരിപാടി? ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയും, പ്രാർത്ഥന അവിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ, കുറച്ചു നേരം മുമ്പ്. അത് കറക്റ്റ് ഇവിടെ തന്നെ, ഈ സ്പോട്ട് തന്നെ തിരഞ്ഞു. ഈ വീട്ടിൽ വേറെ എവിടെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോവാതെ ഇവിടെ തന്നെ ആ ഫോട്ടോ അടങ്ങി കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുന്നൊരു വല്യമ്മ, പ്രാർത്ഥിക്കുന്നൊരമ്മ. ഇന്നും രാവിലെ എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ നടന്ന് കുർബാനയ്ക്ക് പോകും. ഇന്നും പോയി കാണും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. മനസ്സിലായോ? അതുകൊണ്ട് മക്കള് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാപിതാക്കന്മാർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ടി വിയിലെ മുമ്പിലിരിക്കുന്ന അമ്മയെ കണ്ടാൽ മക്കള് മൊബൈലിൻ്റെ മുമ്പിലിരിക്കും. കള്ള് ഷാപ്പിലിരിക്കുന്ന അപ്പനെ കണ്ടാൽ മക്കള് കഞ്ചാവ് ഷാപ്പിലിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കണ്ടു പഠിക്കുന്നതാണ്. കേട്ട് പഠിക്കുന്നതിനേക്കാൾ തലമുറ കണ്ടാണ് പഠിക്കുന്നത്. നല്ല മനുഷ്യരെ കണ്ട് വളരണം. അതിന് നമ്മൾ മുതിർന്നവർ നല്ലവരായി ജീവിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കണ്ടപ്പോൾ അപ്പസ്തോലന്മാർക്ക് പ്രാർത്ഥിക്കാൻ കൊതി തോന്നി. അപ്പോൾ അവര് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, പഠിപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. അറിയാമല്ലോ അല്ലേ? അപ്പോ ഇത് ഈശോ പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു. കേട്ടാമച്ചി, നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചത് ഈ പ്രാർത്ഥന മാത്രമല്ല, അത് കഴിഞ്ഞ് വാക്യം 5 മുതൽ യേശു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു കഥ പറഞ്ഞു. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശു പറഞ്ഞ കഥ എഴുതിയതാരാണ്? യേശു. അപ്പോൾ യേശു പറഞ്ഞ കഥ നമുക്ക് വായിക്കാം. 5-ാമത്തെ വാക്യം മുതൽ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന്, ഉറക്കെ വായിക്കാം, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. മറ്റൊരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നും ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കഥ എഴുതിയതാരാണ്? യേശു. കഥ എഴുതിയ കഥാകൃത്തിന് കഥയുടെ സമയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. യേശുവിൻ്റെ കഥ നടക്കുന്നത് പകലല്ല, പ്രഭാതത്തിലല്ല, നട്ടുച്ചയ്ക്കല്ല, സന്ധ്യാനേരത്തല്ല. യേശുവിൻ്റെ കഥ നടക്കുന്നത് അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ ഒരു വീട്ടിൽ വന്നു. ആ സ്നേഹിതൻ വീട്ടിൽ വന്നപ്പോൾ അയാൾക്ക് കൊടുക്കാൻ അപ്പമില്ലാത്തത് കൊണ്ട് ഈ കഥയിലെ കഥാനായകൻ
മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ഓടി. ഇതാണ് കഥ. മനസ്സിലായോ? നിങ്ങൾക്ക് കഥ കേട്ടിട്ടൊരു സന്തോഷമില്ലല്ലോ. അതായത് എന്താണ് കഥ? അതായത് ഈ കഥയിലെ കഥാനായകന്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വഴിമധ്യേ വന്ന് കയറി. രാത്രി ആയതുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ അപ്പമില്ലാത്തത് കൊണ്ട് അയാൾ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ഓടി. യേശു ഈ കഥ പറഞ്ഞത് എന്തിനാണ്? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ കഥയിലെ ഓരോ സന്ദർഭവും പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന പാഠങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വന്ന് കയറുമ്പോൾ, അവന് കൊടുക്കാൻ അപ്പമില്ലാതാകുമ്പോൾ ഈ സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ അടുത്തേക്കാണ് ഓടുന്നത്. നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കണം, അർദ്ധരാത്രിയിൽ ഇതുപോലെ വൈദ്യുത വെളിച്ചം ഇല്ലാത്ത ഒരു സംസ്കാരത്തിൽ, ദീപാലങ്കാരങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്ത്, ടോർച്ച് ഇല്ലാത്തൊരു സ്ഥലത്ത്, മറ്റ് വെളിച്ചത്തിൻ്റെ ഉറവിടങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലത്ത്, രാത്രിയിൽ ഈ ഇരുട്ടത്ത് പാതിരാത്രിയിൽ സ്നേഹിതന്റെ വീട്ടിലേക്ക് ഓടണമെങ്കിൽ ആ വഴി ഈ സ്നേഹിതന് നല്ല പരിചയം ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണം. അതായത് ഈ വഴി പരിചയമില്ലെങ്കിൽ അവന് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്താൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതാപത്ത് ഏത് സമയത്ത് വന്നാലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്നേഹിതനുണ്ട്. ഒരു സ്നേഹിതനേ ഉള്ളൂ. ആ സ്നേഹിതന്റെ പേര് ദൈവമെന്നാണ്. അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു പരിചയം, വഴി പരിചയം ഉണ്ടാക്കിയെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അതായത് ആപത്ത് എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ഈ സ്നേഹിതൻ വരുന്നത് അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അസമയം. അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത സമയം. അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ നനച്ചിരിക്കാത്ത സമയം, ആരും വരുമെന്ന് വിചാരിക്കാത്ത സമയം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ വരുന്നത് അർദ്ധരാത്രിയിലല്ല. നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നത് സാധാരണ നിലയിൽ അർദ്ധരാത്രിയിലല്ല. അല്ലെങ്കിൽ വരുന്നവർ അറിയിക്കും, ഞങ്ങൾ രാത്രിയിൽ വരും, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട്, രാവിലെ രാത്രിയിൽ എത്തും. എന്നാൽ അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിൽ ഈ അതിഥി വന്നെങ്കിൽ യേശു ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഏത് സമയത്തും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ശരിയല്ലേ? ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നാൽ ആ ഫോൺ കോളിന് നമ്മുടെ ജീവിതം മുഴുവൻ, അതിന്റെ തലവര മുഴുവൻ തിരിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ലേ? ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഒരാൾ വിളിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ അവിടം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതം നേരെ തിരിയും. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. അതാണ് ജീവിതം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്നേഹിതനുണ്ടെന്ന് അറിയണം. ആ സ്നേഹിതനോട് പരിചയബന്ധമുണ്ടാവണം. ആ വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ദൈവ പൈതല് ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ടത് പ്രാർത്ഥിക്കാൻ പരിചയമുണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഒരാൾ പഠിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ്. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോ രീതിയാണ്. ലോകത്ത് 10 പേര് പ്രാർത്ഥിക്കാനിരുന്നാൽ അവർക്ക് 10 രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് പൊതുവായ മാതൃകകളില്ല ഓരോരുത്തരുടെയും. ഇപ്പൊ ഉദാഹരണത്തിന്, ചേച്ചിക്ക് ഭർത്താവുണ്ടോ? ഉണ്ട്. ചേച്ചി ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലല്ല ഈ ചേച്ചി ഭർത്താവിനെ സ്നേഹിക്കുന്നത്. ആണോ? അല്ല. ആ ചേച്ചി എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് ഈ ചേച്ചിക്ക് അറിയാവോ? അറിഞ്ഞൂടാ. അതവരുടെ സ്വകാര്യതയാണ്. ആണോ? അങ്ങ് അറിഞ്ഞൂടാ, അങ്ങോട്ട് ചോദിക്കുന്നില്ല, അവരോട് ചോദിച്ചു. അതായത് മനസ്സിലായോ? ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലല്ല വേറൊരു ഭാര്യ അവരുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. 10 പേര് പ്രാർത്ഥിക്കാനിരുന്നാൽ 10 പേർക്കും 10 വിധമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥന പരിചയം ഉണ്ടാക്കിയെടുക്കണം. അറിയാവുന്നത് പോലെ പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വെറുതെ അങ്ങ് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ അറിവ് വെച്ച്, നമ്മുടെ പരിചയം വെച്ച്
നമുക്ക് അറിയാവുന്നത് പോലെ പ്രാർത്ഥിക്കണം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പണ്ടൊരിക്കലെ ഒരു ബിഷപ്പ് യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം യാത്രാമധ്യേ കപ്പല് ഒരു ദ്വീപിൽ ചെന്നു. ആ ദ്വീപിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള കുറച്ച് പാവപ്പെട്ട മീൻപിടുത്ത ജോലിയിൽ ഏർപ്പെടുന്ന മനുഷ്യരെ കണ്ടുമുട്ടി. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ബിഷപ്പ് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ ബിഷപ്പാണ്, ക്രിസ്ത്യാനിയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ പോവാണ്. അവർ പറഞ്ഞു, യേശുവിന്റെ കാര്യമാണോ ചോദിച്ചു. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ആ യേശുവിന്റെ കാര്യം നിങ്ങൾക്ക് ഞങ്ങൾക്ക് യേശുവിനെ അറിയാന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എന്നെ എന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിങ്ങൾ 3 പേർ ഞങ്ങളും 3 പേർ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്താണ് ഇവരുടെ പ്രാർത്ഥന? ഇവർ 3 പേരുണ്ട്. ഇവരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ നിങ്ങളും 3 പേര് ഞങ്ങളും 3 പേര് ഞങ്ങളെ കാത്തോണം. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നോൺസെൻസ്, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? സ്വർഗ്ഗസ്വനായ പിതാവേ ചൊല്ലടാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയം ഒട്ടും അറിയത്തില്ല എന്ന് പറഞ്ഞു. സർവശക്തിയുള്ള പിതാവ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. കരുണക്കൊന്ത ഒട്ടുമേ അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് പ്രാർത്ഥനക്കാരാണ്? ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഇതാണ്. എന്താണ്? കർത്താവേ നിങ്ങൾ 3 പേര് ഞങ്ങളും 3 പേര് ഞങ്ങളെ കാത്തോണം. ഇപ്പൊ ബിഷപ്പ് പറഞ്ഞ മേലാൽ എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോടും ഇത് പറയാൻ പാടില്ല. എന്നിട്ട് ബിഷപ്പ് സമയം എടുത്ത് അവരെ സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് അതൊന്നും ചൊല്ലാനൊന്നും അറിഞ്ഞൂടാ. ഒരു തരത്തില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഇങ്ങനെ ചൊല്ലി, കുറച്ചൊക്കെ ചൊല്ലി, പലതവണ ചൊല്ലിച്ച് പഠിപ്പിച്ച് പറയിപ്പിച്ചിട്ട് ബിഷപ്പ് പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കുള്ള കത്തോലിക്കരായെന്ന് പറഞ്ഞു. ശരി പിതാവെ പ്രാർത്ഥിക്കണേന്നൊക്കെ പറഞ്ഞ് അവര് പിതാവിനെ യാത്രയാക്കി. ബിഷപ്പിന്റെ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ബിഷപ്പ് നോക്കുമ്പോ, പിതാവേ പിതാവേ കടലിൽ നിന്നൊരു വിളി. നോക്കുമ്പോ ഈ 3 പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികള് കടലിന്റെ മേളിൽ കൂടെ ഓടി വരികയാണ്, താണുപോകാതെ. ബിഷപ്പ് പന്താളിച്ചു, ദൈവമേ പ്രേതമാണോ? പിതാവേ. അവരോടി വന്ന് കപ്പലിൽ കയറി. എന്നിട്ട് പറഞ്ഞു, പിതാവേ ക്ഷമിക്കണേ, അന്നന്ന് വേണ്ട ആഹാരം ബാക്കി മറന്നുപോയി എന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അന്നന്ന് വേണ്ട ബാക്കി അത് മറന്നുപോയി, അത് അവിടം വരെ 3 പേർക്ക് അവിടം വരെ ഓർക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ബിഷപ്പ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. ഞങ്ങൾ ഇതിന്റെ മേളിൽ കൂടെ ഓടിങ്ങി പോരുന്നു. ഏതിന്റെ മേളിൽ കൂടെ? വെള്ളത്തിന്റെ. ബിഷപ്പ് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം അത്ര മതി, നിങ്ങൾ മേലാൽ ഈ പ്രാർത്ഥന ചൊല്ലരുത്, നിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. മനസ്സിലായോ? ആ പ്രാർത്ഥന ചൊല്ലിയ നിങ്ങൾക്ക് ഈ കടലിന് മീതെ നടക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അമ്മച്ചിയുടെ പ്രാർത്ഥന, ഡാനിയേലച്ചൻ പ്രാർത്ഥിക്കുന്ന പോലെ അമ്മച്ചി പ്രാർത്ഥിക്കാൻ പോവല്ല്, അമ്മച്ചി പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കാൻ പോവരുത്. എൻ്റെ പ്രാർത്ഥന വേറെ, അമ്മച്ചിയുടെ പ്രാർത്ഥന വേറെ. ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തർക്കും അറിയാവുന്ന പോലെ, അത് അതിനകത്തെ ഭാഷ, അതിനകത്തെ പ്രയോഗം, അതെങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. നമുക്കറിയാവുന്നത് പോലെ, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ കർത്താവിനോട് നമ്മൾ ആദ്യത്തെ കാര്യം ഇതാണ്, എല്ലാ ദിവസവും ചിട്ടയായി കുറച്ച് സമയം കണ്ടെത്തി കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ ചോദിച്ചു ഒരിക്കൽ, നീ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട്, കർത്താവേ ഇപ്പോ 15 മിനിറ്റ് മുമ്പ് അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് കർത്താവ് കേട്ടതല്ലേ, എനിക്കത് ഭയങ്കര സങ്കടമായി. ഇത് അമ്മ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൻ എന്നോട്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്, കർത്താവെ നീ കണ്ടില്ലേ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അയാൾക്കിട്ട് നല്ല 2 മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ വഴക്കുണ്ടാക്കുന്നവർ ചെയ്തില്ല. ഇങ്ങനെയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. നോക്കി എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്. അഖിലാണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചണ്ടകടാകങ്ങളെ പരമ്പൊരുൾ പരമവിധാതാവ് പ്രപഞ്ചം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വർത്താനം പറയാണ്. ഓരോരുത്തർക്കും പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കണം. അപ്പൊ അറിയാവുന്ന, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയും. ദൈവത്തോട് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ സംസാരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അർദ്ധരാത്രി ഏത് അസമയത്തും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരും.
നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാണ് ആപത്ത് വരുന്നതെന്ന്. നോക്കി നിൽക്കിയ ജീവിതം മാറും പെട്ടെന്ന്. അമേരിക്കയിൽ എനിക്ക് പരിചയമുള്ളൊരു കുടുംബം എന്നോട് പറഞ്ഞു, ഡാനിലച്ചാ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. 25 വർഷം കൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് വന്ന് ഉണ്ടാക്കിയത് മുഴുവൻ ഭർത്താവ് എന്തോ ഒരു ക്രിപ്റ്റോ കറൻസിയോ അങ്ങനെ എന്തോ ഒരു സാധനത്തിൽ കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, ഒരു ഓൺലൈൻ എന്താണ്ട് കൊന്തത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അത് മൊത്തം കളഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വീടും ഓടിക്കുന്ന വണ്ടിയും ഇട്ടിരിക്കുന്ന ഡ്രസ്സും വീട്ടിലെ ഉപകരണങ്ങളും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. 25 കൊല്ലം അമേരിക്ക കിടന്ന് ഭാര്യയും ഭർത്താവും കഷ്ടപ്പെട്ടത് മുഴുവൻ സുഡാൻകാരൻ കൊണ്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്ന് വല്ലതും അറിയാവോ? ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഈ ജോസഫ് ഈജിപ്തിലെത്തിയപ്പോ ഈജിപ്തിലെ ഫറവോ സ്വപ്നം കണ്ടപ്പോ ജോസഫ് ഫറവോയോട് പറഞ്ഞു, 7 കൊല്ലം സമൃദ്ധി ഉണ്ടാവും. ആ 7 കൊല്ലത്തിൽ ഇഷ്ടം പോലെ ധാന്യം ശേഖരിച്ച് വെക്കണം. നന്നായിട്ട് കേൾക്കണേ. ഈ 7 കൊല്ലത്തെ സമൃദ്ധി കഴിയുമ്പോൾ അടുത്ത 7 കൊല്ലം ക്ഷാമമുണ്ടാകും. ആ ക്ഷാമത്തിൽ ഇപ്പൊ ശേഖരിച്ച് വെച്ചത് ഉപകരിക്കും. മനസ്സിലായോ? അതായത് 7 കൊല്ലം സമൃദ്ധി ഉണ്ടാവുമ്പോൾ ഇഷ്ടം പോലെ ധാന്യം കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കണം. അടുത്ത 7 കൊല്ലം ക്ഷാമം വരുമ്പോ ഈ ധാന്യം എടുത്ത് ഉപയോഗിക്കാം. ഇതുപോലെയാണ് പ്രാർത്ഥന. ഇങ്ങനെ വിചാരിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും ബാങ്കിൽ കൊണ്ടുപോയി, ഇന്ന് 1-ാം തീയതിയാണെന്ന് വിചാരിക്കുക. ഇന്ന് എത്രാം തീയതിയാണ് മക്കളെ? ഇന്ന് 1-ാം തീയതിയാണ്. ഹലോ, ഇന്ന് എത്രാം തീയതിയാണ്? 1-ാം തീയതിയാണ്. ഇന്ന് നിങ്ങൾ ബാങ്കിൽ 1000 രൂപ നിക്ഷേപിച്ചു. നാളെ നിങ്ങൾ ബാങ്കിൽ 1000 രൂപ നിക്ഷേപിച്ചു. അങ്ങനെ 30 ദിവസം ബാങ്കിൽ 1000 രൂപ വീതം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് മാസാവസാനം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? 30,000 രൂപ ഉണ്ടാവും. നിങ്ങൾക്ക് 28-ാം തീയതി ആയപ്പോ, അല്ലെങ്കിൽ അടുത്ത മാസം 2-ാം തീയതി ആയപ്പോ നിങ്ങൾക്ക് ഒരു ആശുപത്രി കേസ് വന്നു. നിങ്ങൾക്ക് 25,000 രൂപ ആശുപത്രി ചെലവായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ബാങ്കിൽ എത്ര കിടപ്പുണ്ട്? 30,000 ഉണ്ട്. അതിൽ നിന്ന് 25 എടുത്ത് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കും. ബാങ്കിൽ ഇട്ടോണ്ടാ ഈ എടുക്കാൻ പറ്റിയ. അമ്മച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? ബാങ്കിൽ ഇടാത്തവൻ, ഈ ചേട്ടന് 1000 രൂപ ഇന്ന് ഇടാനുണ്ടായിരുന്നു, ഈ ചേട്ടനും ഉണ്ടായിരുന്നു, ഈ ചേട്ടൻ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു, ഈ ചേട്ടൻ കൊണ്ടുപോയി കള്ളു കുടിച്ചു. ഈ ചേട്ടൻ ബാങ്കിൽ വല്ലതും ഇട്ടോ? ഈ ചേട്ടനും അടുത്ത മാസം 2-ാം തീയതി ആശുപത്രിയിൽ 25,000 രൂപയായി. ഈ ചേട്ടൻ എന്ത് ചെയ്യാൻ തരാം? ബാങ്കിൽ ഇടാത്ത ചേട്ടൻ പോയി കടം വാങ്ങിക്കും. ഇതാണ് പല ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക് നിക്ഷേപിക്കാൻ ദൈവം സമയം കൊടുത്തപ്പോഴൊന്നും പ്രാർത്ഥിച്ചില്ല, ഈ ആത്മീയ അക്കൗണ്ടിൽ നിക്ഷേപിച്ചില്ല. എപ്പോഴാണ് അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഒരാപത്ത് വരുമ്പോ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് കടം വാങ്ങാൻ പോകേണ്ടി വരും. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായി? അന്നേരമാണ് ശാലോമിലേക്ക് വിളിക്കുന്നു, ഷെക്കേനയിലേക്ക് വിളിക്കുന്നു, ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു. അച്ഛാ പ്രാർത്ഥിക്കണേ, 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 എല്ലാവരും പ്രാർത്ഥിക്കണേ, പിന്നെ പ്രയർ ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കണേ, പിന്നെ എന്താണ് ബേസിക് കമ്മ്യൂണിറ്റി BCC പ്രാർത്ഥിക്കണേ, എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം സമയം തരുമ്പോഴെല്ലാം പ്രാർത്ഥിച്ച് 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 നമ്മുടെ അക്കൗണ്ടിൽ കൂട്ടിയിട്ടാൽ ഒരാപത്ത് വരുമ്പോ അത് ഉപകരിക്കും, അത് നമുക്ക് ഗുണപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് അതുകൊണ്ട് പ്രയർ ബാങ്കാണത്, നമ്മുടെ പ്രാർത്ഥനയുടെ ബാങ്കാണ്. അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് 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 ഈ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് സ്വന്തമാക്കി നമ്മൾ ഇങ്ങനെ സംഭരിച്ച് വെച്ചാൽ നമുക്കത് ആപത്തിൽ ഉപകരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ ഒരു സൂചന. അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണം. അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഇനി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ ഈ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. ഇയാൾ രാത്രിയിൽ ഓടിച്ചെന്നിട്ട് ഏത് രാത്രിയിലും നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡാനിയലച്ചനെ കാണാൻ ചിലപ്പോൾ അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും, നിങ്ങളുടെ ബിഷപ്പിനെ കാണാനും അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും, വികാരിച്ചനെ കാണാനും ചിലപ്പോൾ വിളിച്ചു ചോദിച്ച് അച്ഛനുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും. എന്നാൽ ഈ സ്നേഹിതന്റെ പ്രത്യേകത, ഒരു അപ്പോയിൻമെന്റും എടുക്കാതെ നിങ്ങൾക്ക് ഏത് സമയത്തും അയാളെ കാണാമെന്നതാണ് ഈ സ്നേഹിതന്റെ പ്രത്യേകത. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ചിലപ്പോ നിങ്ങൾ ഡാനിയലച്ചനെ വിളിച്ച അച്ഛൻ പറയും ഞാൻ സ്ഥലത്തിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന് പറയും. നിങ്ങൾ വികാരിച്ചനെ വിളിച്ചാൽ ചിലപ്പോൾ അച്ഛൻ പറയും ഞാൻ തിരക്കാണ്, ഞാൻ അരമനയിൽ ഒരാവശ്യത്തിന് പോയിരിക്കാന്ന് പറയും.
നിങ്ങൾ ബിഷപ്പിനെ വിളിച്ചാൽ ബിഷപ്പ് പറയും ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് പറയും. ചുമ്മാ പറയുന്നതല്ല. എന്നാൽ നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ കർത്താവ് പറയും നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാൻ റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയും. പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ ആശ്രയിക്കരുത്, അത് കെണിയാണ്. മനുഷ്യനെ ആശ്രയിക്കരുത്, അത് കെണിയാണ്. ദൈവത്തെ ആശ്രയിക്കുക. ഏത് സമയത്തും കർത്താവിന്റെ അടുത്ത് പോയി അത് പറയാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാ ശേഷിയും ഇല്ലാതായി കഴിയുമ്പോഴാണ്. ശരിയല്ലേ? ഒരു തലവേദന വന്നു. തലവേദന വന്ന ഉടനെ എനിക്കറിയാം, എനിക്ക് തലവേദന വരുന്ന ആളാണ് ഞാൻ. വെള്ളം കൂടി കുറഞ്ഞാൽ അപ്പം എന്ത് വരും? വെള്ളം കുടിക്കിട്ട് വെള്ളം കൂടി കുറഞ്ഞാൽ എന്ത് വരും? അപ്പോ തലവേദന വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത തലവേദനയായിട്ട് അത് മാറും. അപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും യാത്രയ്ക്ക് പോകുമ്പം തലവേദനയുടെ ഗുളിക എടുത്തു വെച്ചേക്കും. അപ്പൊ തലവേദന വന്നപ്പോ ഡാനിയേൽ അച്ഛൻ എന്ത് ചെയ്തു? ആ ഗുളികയുടെ പാത്രം തുറന്നിട്ട് ഒരു തലവേദനയുടെ ഗുളിക എടുത്തു കഴിച്ചു. പക്ഷേ സാധാരണ ഈ ഗുളിക കഴിച്ചാൽ മാറേണ്ടതാണ്, അന്ന് തലവേദന മാറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാവുന്ന ഡോക്ടർമാരുണ്ട്, പരിചയമുള്ളവർ. അവരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു തലവേദന മാറുന്നില്ലല്ലോ ഈ ഗുളിക കഴിച്ചു. അവർ പറഞ്ഞു വേറൊരെണ്ണം തരാച്ചാ. അപ്പൊ വേറൊരു മരുന്ന് തന്നു, അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. അടുത്ത ദിവസമായിട്ടും തലവേദന മാറുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? വേഗം ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അവർ പറഞ്ഞു ഇത് ഈ 2 ദിവസമായിട്ട് മാറാത്തത് കൊണ്ട് പോയി തലയൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാം. അപ്പൊ തല സ്കാൻ ചെയ്തപ്പോ അവർ ആ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു തലച്ചോറിനകത്ത് മണ്ണ് മാത്രമല്ല ഒരു മുഴയും കൂടെ ഉണ്ട്. മണ്ണിനിടയ്ക്ക് ഒരു മുഴ. അവർ പറഞ്ഞു തലച്ചോറിൽ ഇതാ ഒരു ട്യൂമർ ഇരിക്കുകയാണ്, അതാണ് ഈ തലവേദന. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഉടനെ ഞാൻ ഉപവാസം പ്രഖ്യാപിക്കുന്നു. ഉടനെ ഞാൻ പ്രാർത്ഥനക്കാരെ വിളി. മനസ്സിലായോ? ഡാനിയേൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ്. തലയ്ക്കകത്ത് മുഴയാന്നറിഞ്ഞപ്പോഴാണ്. നമ്മൾ സാധാരണഗതി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ എല്ലാ കഴിവും തീർന്ന് ലാസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായി. ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ടത് വിശുദ്ധ കുർബാന തെളിഞ്ഞു കാണാൻ ഒരു ലൈറ്റ് വേണം എനിക്ക്. അപ്പൊ ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം, എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ആ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും ഒരു ലൈറ്റ് വാങ്ങണം. ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ മറന്നുപോകും. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഹർത്താൽ, ഒരു ബന്ദ്. ഞാൻ അന്ന് ജോലി ചെയ്യുന്ന ഇടവകയിൽ അന്ന് ഇടവക്കാരെല്ലാം വീട്ടിലുണ്ട്. വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, ഹർത്താലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നടന്നു പോകാവുന്ന വീടുകളിലൊക്കെ നടന്നൊന്ന് പോവാം. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ പാസ് ചെയ്ത് ഞാൻ പോകണം. ഒരു കടയുടെ ഷട്ടർ പകുതി തുറന്നിട്ടിരിക്കുന്നു. അതിനിടയ്ക്കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ. എന്നിട്ട് അതേ എന്നെ ഉറക്കെ വിളിച്ചു, അച്ഛാ. ഞാൻ ചോദിച്ചു എന്താ? അച്ഛാ എൻ്റെ കടയിലൊന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാച്ചാന്ന് പറഞ്ഞു. അദ്ദേഹം വേറൊരു സഭയിൽപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛനൊന്ന് കയറി. ഞാൻ ആ കടയുടെ കയറി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോ അതിനു മുമ്പ് പറയട്ടെ. അപ്പൊ അന്ന് ഹർത്താൽ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലൈറ്റ് വേണം. ഞാനിങ്ങനെ മാസങ്ങളോളം ലൈറ്റ് വേണമെന്ന് ഓരോ ദിവസവും കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ മറന്നുപോകും. അവസാനം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എന്നെ കൊണ്ട് സാധിക്കും എന്ന് ഓർത്തിട്ടാണല്ലോ ഞാനൊരു ലൈറ്റ് വേണമെന്ന് ഇന്ന് വരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് ഒരു ലൈറ്റ് വാങ്ങിക്കാനുള്ള ഗുണം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ എനിക്കൊരു ലൈറ്റ് തരണേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈശോ എനിക്കല്ല നിനക്ക് വെട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് തരണേ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോൾ ഈ ചേട്ടൻ എന്നെ വിളിച്ചു. ഞാൻ ആ കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഏത് ലൈറ്റാണോ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചത് ആ ലൈറ്റ് അദ്ദേഹം ഒരു ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഈശോയെ നോക്കിയതേയില്ല, ലൈറ്റിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ നോട്ടം എവിടാണ്? ഈ ലൈറ്റിലാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അച്ഛൻ എന്താണ് നോക്കുന്നത്? ആ പടമാണോ? ഞാൻ പറഞ്ഞു പടമല്ല, അതിൻ്റെ മൂട്ടിലിരിക്കുന്ന ലൈറ്റാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അച്ഛനത് വേണോ? ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഇതുപോലെ ഒരെണ്ണം എനിക്ക് വേണം. ഞാനിത് എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പള്ളി കാണുമോ? കാണും. എപ്പോൾ കാണും? ഞാൻ ഉച്ച കഴിഞ്ഞ് കാണും. ഈ വീടുകളിലൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞ്. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും ഞാൻ വരാമെന്ന് പറഞ്ഞു.
അദ്ദേഹം നേരെ പോയി അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു ഇലക്ട്രിക് ഷോപ്പുണ്ട്, അതിൻ്റെ ഓണറെ വിളിച്ചുകൊണ്ട് വന്ന് ആ കട തുറപ്പിച്ച് ലൈറ്റ് വാങ്ങി ഉച്ച കഴിയുമ്പോഴേക്കും ലൈറ്റ് പള്ളിയിൽ എത്തിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തെന്നറിയാം, നമ്മളെ കൊണ്ട് പറ്റാത്തത് മാത്രമേ കർത്താവിനോട് സാധാരണഗതിയിൽ പറയാറുള്ളൂ. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതും എല്ലാം കർത്താവിനോട് പറയണം. മനസ്സിലായോ? എല്ലാം കർത്താവിനോട് പറയണം. അപ്പൊ ആളുകൾ പറയാണ് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞുതരാം. അതായത് സകലമാന വിശേഷങ്ങളും കർത്താവിൻ്റെ അടുത്ത് പോയി പറയണം. വിഷമമുണ്ടോ? പറയണം. ആകുലതയുണ്ടോ? പറയണം. കർത്താവേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കർത്താവേ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലല്ലോ കർത്താവേ, എനിക്ക് എൻ്റെ നെഞ്ചിടിക്കുകയാണ് കർത്താവേ, കർത്താവേ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ പറയണം. സകല കാര്യങ്ങളും, പ്രാർത്ഥനയിൽ സകല കാര്യങ്ങളും ദൈവത്തോട് പറയണം. ഇങ്ങനെയാണ് പറയാറുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് നിങ്ങൾ റെഫർ ചെയ്യാത്ത, പറയാത്ത ഒരു വിഷയവും ഉണ്ടാകരുത്. അതൊരാപത്ത് വരുമ്പോൾ ആ കാര്യം മാത്രമല്ല പോയി പറയേണ്ടത്, എല്ലാം പറയണം. എല്ലാവരെ കുറിച്ചും പറയണം, എല്ലാവരുടെയും കാര്യം പറയണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അർദ്ധരാത്രിയിൽ നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, യാത്രാമധ്യേ വഴിമധ്യേ ഒരു സ്നേഹിതൻ വീട്ടിലേക്ക് വന്നു കയറി, കൊടുക്കാൻ അപ്പമില്ലാത്തത് കൊണ്ട് അയാൾ ആ സ്നേഹിതന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ആ സ്നേഹിതന്റെ പേരാണ് ദൈവം. ഇത്ര മനസ്സിലായോ? ഇനി അയാൾ ചെന്നിട്ട് അയാൾ രാത്രിയിൽ ആ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ വിളിച്ചു, സ്നേഹിതാ, സ്നേഹിതാ. അപ്പൊ അകത്ത് നിന്ന് മറ്റേ ഫ്രണ്ട് എഴുന്നേറ്റു. രാത്രിയാണേ. എന്താണ് എന്താണ് അന്തപ്പൻ എന്തു കുന്തമാണ് വേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ മറുപടി പറഞ്ഞു, സ്നേഹിതാ, എനിക്ക് പറ, നിങ്ങൾ കറക്റ്റായിട്ട് പറയണം, എനിക്ക് കുറച്ചപ്പം തരുവോ എന്നാണ് ചോദിച്ചേ. പിന്നെ 3 അപ്പം വായ്പ തരിക. പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു അവിയൽ പരുവത്തിൽ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ കൃത്യം എണ്ണം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ. ഞാൻ ഒരു ദൈവമനുഷ്യൻ പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ 4 പേര് വന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് 4 പേരോട് പ്രസംഗിക്കാൻ വയ്യ, എനിക്ക് 300 പേരെ തരണം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം പറയുന്നു, ഞാൻ 300 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് 300 പേരെ തന്നു. ഞാൻ അത് കഴിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് 3000 പേരെ തരണം. കർത്താവിനോട് ഞാൻ 3000 ചോദിച്ചു, കർത്താവ് എനിക്ക് ഒരു 3 കൊല്ലം കഴിയും മുമ്പ് 3000 പേരെ തന്നു. പിന്നെ ഞാൻ അതെന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പ്രസംഗിക്കാൻ ഒരു 40,000 പേരെ തരണം. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലുള്ള ആളല്ല, വേറൊരു മനുഷ്യനാണ്, വേറൊരു രാജ്യത്തുള്ള ഒരാളാണ്. അപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് 40,000. ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തെ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് 1 കോടി ആളുകളെ എനിക്ക് വേണമെന്നാണ്. ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് 85 ലക്ഷം ആളുകൾ അദ്ദേഹത്തിനുണ്ട്. 85 ലക്ഷം ആളുകൾ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ തവണ. അപ്പൊ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൽ, വെള്ളമില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഓർത്താ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, വെള്ളമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാര്യമല്ലേ, ഞാൻ മറന്നുപോയി, അമ്മയെ മറന്നുപോയി, വെള്ളമില്ല എന്നുള്ള കാര്യവും മറന്നുപോയി. കുറെ ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഞാനിത് ഓർത്തപ്പോ ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ, ഈ വെള്ളം ഇപ്പൊ എങ്ങനാ? അപ്പൊ അമ്മ പറഞ്ഞു, വെള്ളത്തിന്റെ കേസ് റെഡിയായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ? നിന്നോട് പറഞ്ഞിട്ട് നീ മൈൻഡ് ചെയ്യാത്തോണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് യൂദാസ്ലീഹായോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? വെള്ളമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന.
പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, യൂദാസ്ലീഹായെ, ഒരു മകനുണ്ട്, ഒന്നേ ഉള്ളൂ, ഗുണമില്ല. മനസ്സിലായോ? നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ട്, വീട്ടുകാർക്കൊരു ഗുണവുമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് കേട്ടിട്ട് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോ യൂദാസ്ലീഹായെ, കിണറ്റി വെള്ളമില്ല, പ്രായമായ അപ്പനും അമ്മയാണ് ഞങ്ങൾ രണ്ടുപേര്, ആരും നോക്കാനില്ല, ഞങ്ങൾ രണ്ടേ ഉള്ളൂ, വെള്ളം കൂടെ ഇല്ലാതായാൽ ചുമന്നുകൊണ്ട് വരാൻ പറ്റത്തില്ല, വെള്ളം തരണം. ആരോട് പോയി പറഞ്ഞു? യൂദാസ്ലീഹായോട്. 2 ദിവസത്തിനോളം യൂദാസ്ലീഹ അതിനുള്ള അറേഞ്ച്മെന്റ് നടത്തി. കിണറ്റിൽ ഇഷ്ടം പോലെ. ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ പിന്നെ ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല. ഒരു 4-5 കൊല്ലം മുമ്പ് നടന്ന കാര്യമായത്. ഇന്ന് വരെയും എൻ്റെ വീട്ടിലെ വെള്ളം വറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ എണ്ണ കറക്റ്റായിട്ട് പറയണം. അല്ലാതെ കർത്താവേ കേരളത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണേ, ഇന്ത്യയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണേ, ലോകത്തുള്ള എല്ലാവരെയും, അന്റാർട്ടിക്കയിലുള്ള എല്ലാവരെയും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കണ്ട. മറിച്ച് എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ അപ്പുറത്തെ അന്തോണിയെ, ഇപ്പുറത്തെ ചാക്കോയെ, ഞങ്ങൾ വികാരിയച്ഛനെ, കോൺവെന്റിലെ 3 സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണേ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? തിരുവനന്തപുരം ജില്ലയിലെ 35 ലക്ഷം പേരെ യേശുവിനെ അറിയുന്നവരാക്കി മാറ്റണമേ. കണക്കുണ്ട്, കണക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങൾ ധ്യാനകേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് തന്ന ഒരു പ്രേരണ, തിരുവനന്തപുരത്തെ 50 സ്ഥലങ്ങൾ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ 50 പേര് 50 സ്ഥലം ദത്തെടുത്ത് പ്രാർത്ഥിച്ചു. അതിലെ ആ കൂട്ടത്തിലെ 50 സ്ഥലത്തിലെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ധ്യാനകേന്ദ്രം നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കൃത്യം, പ്രാർത്ഥനയിൽ കൃത്യത വേണം, കൃത്യത. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്നത്, പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഡയറി ഉണ്ട്. ഞാൻ എല്ലാ മാസവും അതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ മാസം എനിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം എഴുതി വെക്കും. ആ പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വെക്കും, കർത്താവേ ഈ മാസം എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ എഴുതി വെക്കും. എൻ്റെ ജോലി എന്താണെന്നറിയാമോ? കഴിഞ്ഞു പോയ മാസങ്ങളിലെ പേജുകൾ തിരിച്ചിട്ട് വെട്ട് കാണേണ്ട ജോലി. കാരണം എന്താണെന്നറിയാമോ? ആ എഴുതിയത് മുഴുവൻ ദൈവം നടത്തി തരും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് ഒരു ബുക്ക് വെച്ചിട്ട് എഴുതിക്കൊണ്ട് പോ. മോളെ നീ എഴുതിക്കൊണ്ട് പോ. അടുത്ത ഒരു 2-3 മാസം കഴിയുമ്പോൾ നിനക്കത് വെട്ടാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് പ്രാർത്ഥനയിൽ. അപ്പൊ അവൻ പോയിട്ട് ചോദിക്കുന്നത്, ഈ കഥ എഴുതിയത് ഈശോയാണ്. ചെന്ന് ചോദിക്കുന്നത്, എനിക്ക് 5 അപ്പം തരാനല്ല, 10 അപ്പം തരാനല്ല, കുറെ അപ്പം തരാൻ, ഉള്ളത് തരാനല്ല. എന്താ പറയുന്നത്? 3 അപ്പം തരിക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞു ഹല്ലേലൂയാ. അതായത് ഞങ്ങൾ ഒരിക്കല്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഈ തെരുവിലൂടെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പോകുന്ന സമയത്ത് ഒരിക്കലൊരു വണ്ടി വാടകയ്ക്ക് വിളിച്ച് മൈക്ക് സെറ്റൊക്കെ വെച്ച് കിട്ടി. ഞങ്ങളിങ്ങനെ പോയി, ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ പ്രസംഗിച്ച് പോയപ്പോൾ മഴ പെയ്തു. 5 തെങ്ങിൽ ജംഗ്ഷനിൽ ചെന്നപ്പോൾ മഴ പെയ്തു. അപ്പോൾ 5 തെങ്ങിൽ ഞങ്ങളൊരു ഒരു ഒരു ക്രിസ്ത്യാനി അല്ലാത്തൊരു സഹോദരൻ്റെ കടയുടെ വാതിക്കൽ നിന്നാണ് പ്രസംഗിച്ചത്. ആ സഹോദരൻ സന്തോഷത്തോടെയാണ് അതൊക്കെ കേട്ടതെങ്കിലും ആ കടയിലൊക്കെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കടയുടെ വരാന്തയിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല ഈ മൈക്ക് സെറ്റ് നനയും, കീബോർഡ് നനയും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അന്ന് അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ ഇതിന് ഈ മഴയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഈ വേളിപ്പള്ളിയുടെ മുമ്പിൽ ആ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു സ്കൂട്ടർ കമ്പനിക്കാരൻ അവൻ്റെ സ്കൂട്ടറിൻ്റെ പരസ്യത്തിന് 2 സ്കൂട്ടർ ഒരു ലോറിയുടെ പുറകിൽ ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് അവൻ സ്കൂട്ടറിൻ്റെ പരസ്യമായിട്ട് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടോടനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, ദൈവമേ ഇതുപോലൊരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാനൊരു സ്റ്റേജ് ആക്കിയിട്ട് അതിനകത്ത് മൈക്കൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് പ്രസംഗിച്ചാൽ പോരെ. അപ്പോൾ അന്ന് ആ വേളിപ്പള്ളിയുടെ മുമ്പിലിരുന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഇതുപോലെ ഒരു ലോറി തരണം. 2 ആഴ്ച, കൂടുതൽ ദിവസമേ എടുത്തില്ല, 2 ആഴ്ചക്കുള്ളിൽ ഐഷറിന്റെ പുത്തൻ ലോറി മൗണ്ട് കാർമലിന്റെ മുറ്റത്തെത്തി. പുത്തൻ ലോറി. പറഞ്ഞ ഹല്ലേലൂയാ. പക്ഷെ ലോറി വന്നപ്പോഴാണ് എനിക്ക് പ്രശ്നം മനസ്സിലായത്. ഈ ലോറി ഇനി ആര് സ്റ്റേജാക്കും? അതിനുള്ള ആരെ എനിക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ, എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലോറി കൺവേർട്ട് ചെയ്ത് നമുക്കൊരു സ്റ്റേജൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അത് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് മൈക്ക് സെറ്റ് വെച്ച് ഇതുപോലെ ഒരു സ്റ്റേജ് മൈക്ക് സെറ്റ് വെച്ച് കെട്ടണം, കീബോർഡ് വെക്കണം, പിന്നെ അതിനകത്ത് ഈ സ്വിച്ച് ബോർഡെല്ലാം ഉണ്ടാവണം, പിന്നെ അതിനകത്ത് AC വേണം, ഒരു ടോയ്ലറ്റ് വേണം. കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം വഴിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതെല്ലാം വേണം. ലോറി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അച്ഛൻ വിചാരിക്കുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ആര് ചെയ്യും? അദ്ദേഹം പറഞ്ഞു അച്ഛാ കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എൻ്റേതാണ്, ഞാൻ പണിയും. പറഞ്ഞ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് നടക്കും. കറക്റ്റായിട്ട് പറയണം. പ്രാർത്ഥനയിൽ ഇതാണ് 3 അപ്പം. ഞാൻ ചോദിക്കട്ടെ അമ്മച്ചിയാണ് നമ്മുടെ അമ്മച്ചി വരുന്ന ചേട്ടൻ 3 അപ്പമേ കഴിക്കത്തുള്ളോ? ഇയാൾക്ക് 2 മതിയെങ്കിലോ? ഇയാൾക്ക് 4 വേണമെങ്കിലോ? ഈ പ്രശ്നങ്ങളെല്ലാം ഈ കഥയിലുണ്ട്. പക്ഷെ യേശു പറയുകയാണ് അവൻ ചോദിച്ചത് കൃത്യമായിട്ട് 3 അപ്പം എന്ന് പറഞ്ഞാൽ അത് ആ കഥ എഴുതിയത് യേശു ആയതുകൊണ്ട് ആ കഥയിലൂടെ യേശു പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കൃത്യത വേണം എന്ന് പറഞ്ഞാൽ കർത്താവേ എൻ്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. 2025 ഡിസംബറിന് മുമ്പ് എൻ്റെ ഭർത്താവ് യേശുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പള്ളിയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്ന് പ്രാർത്ഥിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസം വേണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൃത്യ എണ്ണം പറഞ്ഞ് കണക്ക് പറഞ്ഞ് കർത്താവിനോട്, എന്നിട്ട് അത് എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ കൃത്യമായിട്ട് പറയണം. കർത്താവേ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2025 ഈ വർഷം 25 ഡിസംബറിന് 25 മുമ്പ് കർത്താവേ അവിടുന്ന് ഇത് പ്രവർത്തിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കറക്റ്റായിട്ട്. അപ്പോ വന്ന് പറയുകയാണ്. അപ്പൊ വായിക്കാം നമുക്ക്. 3 അപ്പം വായ്പ തരിക. അടുത്തത്, ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. 7-ാമത്തെ വാക്യം. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്ത് നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്. നല്ലപോലെ വായിക്കണേ. എന്നെ ഉപദ്രവിക്കരുത്. കഥ കടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ. യെസ്, ഈ പറഞ്ഞത് ജനുവിനായ ന്യായമാണോ? ഈ ന്യായമാണോ ഇത്? ആ ന്യായമാണ് അല്ലേ? ഒരു മനുഷ്യൻ രാത്രി കടന്നു കഴിഞ്ഞു. അപ്പൊ അയാൾ പറയുന്ന ന്യായം എന്തൊക്കെയാണ്? 1, നിങ്ങൾ കേട്ടാ മതി. അകത്ത് നിന്ന് മറുപടി പറയുന്നു, പ്ലീസ് ഉപദ്രവിക്കല്ലേ. നമ്മൾ ഓടിച്ചെന്നാണ് ഈ സ്നേഹിതന്റെ അടുത്ത്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദിവസം മുതൽ ആരംഭത്തിൽ കുറെ ദിവസത്തേക്ക് നിങ്ങൾക്കുണ്ടാവുന്നത് പ്രതീക്ഷയല്ല, നിരാശയായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മോട്ടിവേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ദൈവം ചിലപ്പോ ഒന്നും മിണ്ടാതിരിക്കും. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ശരിയായ ഒരു സ്നേഹത്തോടു കൂടിയാണോ എന്ന് പരിശോധിക്കാൻ കർത്താവ് ചിലപ്പോ തരത്തില്ല എന്ന് പറയും, നടക്കത്തില്ല എന്ന് പറയും, ശല്യപ്പെടുത്തരുതെന്ന് പറയും. നെഗറ്റീവായ എക്സ്പീരിയൻസ് ഇത് ഒരു വശത്ത്. മറുവശത്ത് സാത്താൻ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പ്രാർത്ഥിക്കാതിരിക്കാൻ നശിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയും, ഇത് നിങ്ങൾ കുറെ പ്രാർത്ഥിച്ചതല്ലേ, ഇത് നടക്കത്തില്ല എന്ന് പറയും. ഇതാണ് ഈ പറയുന്നത്, പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യല്ലേ, ശല്യപ്പെടുത്തല്ലേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശല്യപ്പെടുത്തല്ലേ, ഹല്ലേലൂയാ എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് ആദ്യം ഒരു തടസ്സം ഉണ്ടാവും, അത് ഓർത്തോണം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ, ഫസ്റ്റ് ഡേയില് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ദേ മേളിൽ നിന്ന് മീൻചട്ടി താഴെ വീണ് പൊട്ടും. മനസ്സിലായോ? പെട്ടെന്ന് വിളിച്ചിട്ട് ആരെങ്കിലും പറയും, അങ്ങേര് കുടിച്ചിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന് പറയും. ഓർത്തോണം, എന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണെന്നുള്ളതിന്റെ തെളിവുകൾ ഇതാ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് ഓടല്. ഇയാള് നമ്മളെപ്പോലെ പെട്ടെന്ന് ദേഷ്യവും ദാരിദ്ര്യവും സങ്കടവും വരുന്നവനായിരുന്നെങ്കിലോ, അയ്യോ ശല്യപ്പെടുത്തല്ലേ, വൃത്തികെട്ടവനെ, നാണം കെട്ടവനെ, എത്ര കാലം നിന്നെ ഞാൻ സഹായിച്ചിട്ടുള്ളവനാടാ, എടാ നന്ദിയില്ലാത്തവനെ, ഞാൻ രാത്രി വന്നപ്പം ഇങ്ങനെയാണോടാ പറയുന്നത്, മഹാദ്രോഹി, മഹാപാപി, മഹാപാതകി എന്ന് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നോ? ഇയാള് നമ്മളെപ്പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നവനും നമ്മളെപ്പോലെ പെട്ടെന്ന് ആണെങ്കിൽ
അയാൾ എന്ത് ചെയ്തു? ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞപ്പോ അയാള്, എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്തും. എനിക്ക് എൻ്റെ കൂട്ടുകാരന് രാത്രിയിൽ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ, ഞാൻ ശല്യപ്പെടുത്തും. ദയാരഹിതനായ ന്യായാധിപന്റെ ഉപമ പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഈ വിധവ, ദയയില്ലാത്ത, മനസാക്ഷിയില്ലാത്ത, കരുണയില്ലാത്ത ന്യായാധിപന്റെ വീട്ടിൽ എല്ലാ ദിവസവും ചെന്ന് എല്ലാ ദിവസവും അവന്റെ വീടിന്റെ തണ്ണനിറങ്ങി അവന്റെ വരാന്തയിൽ കൂടെ കയറി ഇറങ്ങി നടന്ന് നാണം കെട്ട് നിന്ന് നീതി നടത്തി തരണേ യജമാനനെ, നീതി നടത്തി തരണേ യജമാനനെ എന്ന് ഈ ദയയില്ലാത്ത, കരുണയില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ഈ ന്യായാധിപനോട് ചോദിച്ചെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? മനസ്സിലായോ? ആദ്യം ഒരു മടുപ്പ് വരും, നിർത്തിപ്പോവല്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ പള്ളിയിലുള്ളവർ നിന്നെ ചെറുതായിട്ടൊന്ന് കുത്താൻ തുടങ്ങും. മടുത്തു പോവരുത്. മനസ്സിലായോ? എന്നാ പിന്നെ പെന്തക്കോസിൽ പോയേക്കാന്ന് വിചാരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഒന്ന് ആഞ്ഞു വരുമ്പോഴേക്കും എവിടുന്നെങ്കിലും ഒരു ഉന്തും ഒരു തള്ളും ഒരു കുലുക്കും വരും. അത് വരുമ്പോ കണക്ക് കൂട്ടിക്കണം, നിന്റെ പ്രാർത്ഥനയെ സാത്താൻ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതാണ് ഈ പറയുന്നത് ശല്യപ്പെടുത്തല്ലേ എന്ന്. ശല്യപ്പെടുത്തല്ലേ, കിടന്നെന്ന് അറിഞ്ഞൂടെ? പാതിരാത്രി കാണാൻ വന്ന് വീടിന്റെ വാതിൽക്ക് വന്ന് വിട്ടു, ശല്യപ്പെടുത്തല്ലേ. എന്നിട്ട് അയാൾ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അയാൾ പറയുന്നു കഥ അടച്ചു കഴിഞ്ഞു. എന്റെ ചോദ്യം, അടച്ച കഥക് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് പൂട്ടിയൊന്നും അല്ലല്ലോ, തുറക്കാൻ പറ്റുന്ന കഥകല്ലേ ഇത്? അപ്പൊ ആ ന്യായം വലിയ ന്യായമൊന്നും അല്ല. ഞാൻ കിടക്കയിലാണ്. കിടക്കയിൽ ഇയാള് പക്ഷപാതം പിടിച്ച് കിടക്കുമൊന്നും അല്ലല്ലോ, തളവാദം പിടിച്ച് അല്ലല്ലോ, എഴുന്നേക്കാമല്ലോ. 3, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലുണ്ട്. അതിനെ പിള്ളേരെ ഉണർത്താതെ ഇയാൾ ഇതുവരെ വാഷ്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകണം, ഇയാൾ അങ്ങനെ എഴുന്നേക്കുന്നത്? പിള്ളേരെ എല്ലാം കുലുക്കി എഴുന്നേപ്പിച്ചു അല്ലല്ലോ. പിള്ളേരെ എഴുന്നേക്കാതെ എഴുന്നേറ്റ് പോകാൻ അറിയത്തില്ല അപ്പനും അമ്മയ്ക്കും. അപ്പൊ ഈ പറഞ്ഞ ന്യായമൊന്നും ന്യായം അല്ല. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചോണം, ഈ പറഞ്ഞ ന്യായമൊന്നും ന്യായം അല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് സ്നേഹിതനാണ്. ഇടയ്ക്ക് ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക. അതായത് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് സ്നേഹിതനാണ്. ഈ സ്നേഹിതൻ പറയാണ് 3 കാര്യങ്ങൾ. എന്നെ നോക്കണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് കഥ അടച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് കിടക്കയിലാണ്. മൂന്നാമത്തേത് മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. എന്റെ ചോദ്യം, ഇയാളുടെ ഭാര്യ എന്തി? അമ്മച്ചേ, ഇയാളുടെ ഭാര്യ എന്തി അമ്മച്ചി? മരിച്ചുപോയി കാണോ? ഒന്നീ മരിച്ചുപോയി കാണോ, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വല്ലതും പോയി കാണും, അറിഞ്ഞൂടാ. ഏതായാലും കഥയിൽ ഭാര്യയില്ല. ഈ ചേട്ടൻ പറയാണ്, എന്ത്, എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പ്രധാന ഭാഗം വരുമ്പോ ഈ ലൈറ്റൊക്കെ അണയും. അതും നോക്കിക്കൊണ്ടിരിക്കരുത്. ലൈറ്റ് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ലൈറ്റ് ഇല്ലെങ്കിൽ ഇല്ല. ഇനി അതിന്റെ പുറകെ പോയി ശ്രദ്ധ കളയല്. ഇങ്ങോട്ട് നോക്കിക്കോണം. അതായത് നീ അറിയേണ്ട കാര്യം വരുമ്പോ അവൻ എന്തെങ്കിലും വന്ന് തോണ്ടും, എവിടെങ്കിലും വന്ന്. അത് നോക്കിക്കൊണ്ടിരിക്കരുത്. എന്നെ നോക്കിക്കോണം. ഞാനൊരു കോന്തൻ ഇവിടെ നിപ്പില്ലേ, എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ലൈറ്റ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അത് ഇങ്ങനെ വേണ്ട, അത് ഓഫ് ചെയ്യ്. ഇങ്ങനെ ശ്രദ്ധിക്ക്, എന്നെ നോക്ക്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകരുത്. പ്രാർത്ഥനയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ നിന്റെ പ്രാർത്ഥന മടുപ്പിക്കാനുള്ള പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണം കണ്ട് നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ആ പരീക്ഷണം കണ്ട് നിന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ആ പ്രാർത്ഥന, ആ മടുപ്പ്, ആ പരീക്ഷണം നിന്റെ പ്രാർത്ഥന അത് ഓഫ് ചെയ്തോ? വേണ്ടത് ഞാൻ പറഞ്ഞു, അത് വേണ്ട. ഇങ്ങോട്ട് നോക്ക്. അതായത് ആ പരീക്ഷണം നീ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള തടസ്സമാണ്. അത് കണ്ട് നിർത്തല്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീ ഒരു 21 ദിവസത്തേക്ക് ഒരു ഉപവാസം എടുത്ത് നോക്ക്. 2-ാം ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന മുടക്കാനുള്ള കേസ് കെട്ടുകൾ വരാൻ തുടങ്ങും. അതിന്റെ കാരണം സാത്താന് നന്നായിട്ട് അറിയാം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവന്റെ അടിത്തറ ഇളകും എന്ന്. അതുകൊണ്ട് നിനക്കെതിരെ എവിടെയെങ്കിലും ഒരു അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ പറഞ്ഞ് സന്തോഷിച്ചോണം. നിന്റെ പ്രാർത്ഥന പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. മനസ്സിലായി? ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയത് കൺമുമ്പിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോ അവരിട്ടിട്ട് പോയത് കൊണ്ടാണ്.
മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനയെ പിശാച് ഭയപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പാടാണെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ വല്ലതും നടക്കും എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? അത് കണ്ടിട്ട് നിങ്ങൾ ഈ ഓലപ്പാമ്പ് കണ്ടിട്ടിട്ട് പോവല്ലേ. അപ്പൊ പറയാണ്, കഥ കടച്ചു കഴിഞ്ഞു, കഥ കടച്ചു, കുഴപ്പമില്ല സാറേ, തുറക്കാമല്ലോ. കിടക്കയിലാണ്, സാരമില്ല, എഴുന്നേറ്റാ മതി. പിള്ളേരുണ്ട്, പിള്ളേരറിയാതെ എഴുന്നേക്കാനുള്ള പ്രായമായില്ലേ. അയാള് വെളിയിൽ നിന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതാണ് പ്രാർത്ഥനയിലെ സ്ഥിരത. അയാൾ ആ ഇരുട്ടത്ത്, അയാൾ ആ തണുപ്പത്ത്, അയാൾ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, അയാൾ ആരും കൂട്ടുകാരില്ലാത്ത അവസ്ഥയിൽ, അയാൾ കൂട്ടത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ, അയാള് ആ പാതിരാത്രിയിൽ ആ വീടിന്റെ മുറ്റത്ത്, ആ വഴിയിൽ, ആ വാതിൽക്കൽ അയാൾ നിന്നു, കാത്തു നിന്നു. എപ്പം വരെ? ഈ കതക് തുറക്കപ്പെടുന്നത് വരെ. പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ഒരു ദൈവ മനുഷ്യന്റെ പ്രാർത്ഥനയിലെ സ്ഥിരത. 4 ദിവസം കഴിയുമ്പോ ഒന്നും നടന്നില്ല എന്ന് കരുതി നീ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. പ്രാർത്ഥിച്ചോണം. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടൊരു മറുപടി ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന പാഴായി പോകത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നടന്നിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. 2010 ദൈവം ഒരു ആഗ്രഹം തന്നു. ആ ആഗ്രഹം ഇതായിരുന്നു, ഒരു ബൈബിൾ ഗ്രാമം ഉണ്ടാക്കണം. 2010 അന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം ഉള്ളിലിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നു, പ്രാർത്ഥിച്ചു. 2017 ധ്യാനകേന്ദ്രം ഉണ്ടായി. പക്ഷെ അപ്പോഴും ബൈബിൾ ഗ്രാമം ഉണ്ടായില്ല. 2018 മധ്യ തിരുവിതാംകൂറുകാരനായ ഒരു ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു മനുഷ്യൻ ധ്യാനകേന്ദ്രത്തിന് കൃത്യം 1 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി. അയാൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അയാൾ ഉപവാസം എടുക്കുന്ന ആളായിരുന്നു. ആ മനുഷ്യൻ ധ്യാനകേന്ദ്രത്തിന് കൃത്യം 1 കിലോമീറ്റർ അപ്പുറത്ത് അയാൾ മനോഹരമായ ഒരു ബൈബിൾ ഗ്രാമം ഉണ്ടാക്കി. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായ? 2010 മുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു ബൈബിൾ ഗ്രാമം ഉണ്ടാവണം. ദൈവം നമ്മളെ കൊണ്ട് 5 പൈസ മുടക്കിപ്പിച്ചില്ല. ദൈവം നമ്മളെ കൊണ്ട് അതിന്റെ എനർജി കളയിപ്പിച്ചില്ല. ദൈവം നമ്മളെ കൊണ്ട് അതിനുവേണ്ടി അധ്വാനമൊന്നും എടുപ്പിച്ചില്ല. ദൈവം മറ്റൊരു മനുഷ്യനെ ഉണർത്തി, മറ്റൊരാൾ അഭിഷേകം ചെയ്തു, മറ്റൊരാൾക്ക് കൃപ കൊടുത്തു. അയാൾ വന്ന് അവിടെ ഭൂമി വാങ്ങി. അയാൾ ഒരു ബൈബിൾ, അതാണ് വേർഡ് ടു വേൾഡ് എന്ന് പറയുന്ന ആ ബൈബിൾ മ്യൂസിയം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ വാഗ്ദാന പേടകത്തെ കുറിച്ച് പഠിപ്പിക്കും, നിങ്ങൾ അവിടെ പോയി വാഗ്ദാന പേടകം കാണും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാം നമ്മൾ വചനത്തിൽ പഠിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. മനസ്സിലായോ? പ്രാർത്ഥന പാഴായി പോകത്തില്ല. നമ്മൾ വിചാരിക്കുന്ന വഴിയിലല്ല നടക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചെന്താ? എനിക്ക് പണിയണമെന്നാണ്. ദൈവം എന്താ പറഞ്ഞേ? നീ അത് പണിയാൻ പോയാൽ നിന്റെ ജോലി നടക്കത്തില്ല. അത് വേറൊരാളെ കൊണ്ട്. പക്ഷെ നീ പ്രാർത്ഥിച്ചത്, നീ ആഗ്രഹിച്ചത് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം അത് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രാർത്ഥന പാഴായി പോകത്തില്ല. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് അത്യാവശ്യം കുറച്ച് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇയാൾ പ്രാർത്ഥനയിൽ, ഇയാൾ ആ കതക് തുറക്കുന്നത് വരെയും കാത്തു നിന്നു. വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇത് ശരിയായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇതിങ്ങനെയാണ് എഴുതേണ്ടത്: ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് കിട്ടും; മുട്ടിക്കൊണ്ടേയിരിക്കുക, തുറന്നു കിട്ടും; അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, കണ്ടെത്തും. ഒരു തവണ ചോദിക്കാനല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരാഗ്രഹം ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതായത് എപ്പോഴും ഓർത്തോണം ഒരു കാര്യം കൂടെ ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആദ്യം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നീ പ്രാർത്ഥിക്കാൻ പറയണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആദ്യം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. എന്താണ്? പരിശുദ്ധാത്മാവെ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്താ പറഞ്ഞു തരണേ. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹങ്ങൾ തരും. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആത്മാവ് പറഞ്ഞു തരും. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ.
അതായത് ഞങ്ങൾ അമേരിക്കയിൽ ഒക്കൽഹോമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ പിശാചിന് ക്ഷേത്രമുള്ള സ്ഥലമാണ് ഈ ഒക്കൽഹോമ. പിശാചിന് സാത്താൻ സേവക്കാർക്ക് ക്ഷേത്രമുള്ള സ്ഥലമാണ് ഒക്കൽഹോമ. അപ്പൊ അവിടെ ചെന്നപ്പോ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന 3 ചെറുപ്പക്കാര് അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു പള്ളി ചൂണ്ടിക്കാണിച്ചു. അച്ഛാ, ഡാനിയലച്ച അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, ഒരു പള്ളി. അപ്പൊ പറഞ്ഞു, ഞാൻ അതെന്താണ്? അപ്പൊ അവര് പറഞ്ഞു, അതൊരു ആരാധനാ ചാപ്പലാണ്. എന്താണ് അത് നോക്കാൻ പറഞ്ഞത്? അത് ഞങ്ങൾ പറയാന്ന് പറഞ്ഞു. വണ്ടി ഇവിടെ ഒത്തിരി നേരം നിർത്താൻ പറ്റില്ല. അവര് വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുത്തു. വണ്ടിയിലിരുന്നുകൊണ്ട് ആ ചെറുപ്പക്കാര് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ആ ആരാധന ചാപ്പലിൽ ഇരുന്നാണ് അച്ഛൻ ഇവിടെ വന്ന് ധ്യാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. എന്നിട്ട് അവര് പറഞ്ഞു, ഈ ആരാധന ചാപ്പലിന് ഒരു കഥയുണ്ട്. അത് ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ നടത്തിയ അബോർഷൻ ക്ലിനിക്കായിരുന്നു. അതൊരു അബോർഷൻ ക്ലിനിക്കായിരുന്നു. 100 കണക്കിന് 1000 കണക്കിന് കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം, ദയാരാഹിത്യത്തോടെ, ദയയില്ലാതെ കൊന്ന, ഗർഭപാത്രത്തിൽ വെച്ച് കൊന്ന ആ അബോർഷൻ ക്ലിനിക്കായിരുന്നു അത്. ഇന്ത്യക്കാരനായ ഡോക്ടർ അവരെന്നടുത്ത് പറഞ്ഞു, അമേരിക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വൈദികൻ ആ അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ വേറൊരു ചെറുപ്പക്കാരനെയും കൂട്ടി ആ റോഡിൽ പോയി നിന്ന് ജപമാല ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ അബോർഷൻ ക്ലിനിക്ക് ഇവിടുന്ന് ഇല്ലാതാവണം. എന്നിട്ട് അദ്ദേഹം ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് മുട്ടുകുത്തി നിന്ന്, കണ്ടോ, കൃത്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? കർത്താവെ, ഇവിടെ ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അങ്ങേ ആരാധിക്കുന്നത് പോലെ ആ അബോർഷൻ ക്ലിനിക്ക് ഒരു ആരാധന ചാപ്പലാക്കി അവിടെ നിന്നെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ എന്നെ സഹായിക്കണം. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഇന്ത്യക്കാരനായ ഡോക്ടറിനെ മറ്റ് പല സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഗവൺമെന്റ് നോട്ടമിട്ടു, അറസ്റ്റ് ചെയ്തു, സമ്പത്ത് ഫ്രീസ് ചെയ്തു, ലേലത്തിന് വെച്ചു. ആ രൂപത അത് ലേലത്തിൽ വിളിച്ചെടുത്തു. ഈ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛനത് ആരാധന ചാപ്പലാക്കി അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ, കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ, ആത്മാവ് തരുന്ന പ്രേരണകൾ പ്രാർത്ഥിച്ചാൽ നടക്കും. നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടുക എന്നത് ദൈവഹിതമാണോ? ആണോ? അതെ. നിന്റെ മകൻ ദൈവത്തെ അറിയുക എന്നത് ദൈവഹിതമാണോ? ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ ദേശത്ത് ദൈവമക്കൾ അറിയണം. എല്ലാവരും ആത്മാവിലാവണം. എല്ലാവരും ദൈവത്തെ അറിയണം. എല്ലാവരും വിശുദ്ധി ജീവിക്കണം. ഇത് ദൈവഹിതമാണോ? അത് ദൈവഹിതമാണെങ്കിൽ നീ കൃത്യം എണ്ണം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അത് നടക്കും. പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവേ, 2025 തീരുന്നതിന് മുമ്പ് 10 ചെറുപ്പക്കാരെ ഇവിടുന്ന് അഭിഷേകം ചെയ്ത് വിശുദ്ധരാക്കി മാറ്റണമെന്ന് ഒരു 10 അമ്മമാര് കൃത്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് ഇവിടെ തുമ്പയിൽ സംഭവിക്കുന്നത് ദൈവത്തിന് അസാധ്യമല്ല. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചെതറി ഇങ്ങനെ അതും ഇതും പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാതെ കറക്റ്റായിട്ട്, മനസ്സിലായോ? ശത്രുവിനെതിരെ നമ്മൾ ആയുധം ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവന് കൃത്യമായിട്ട് കൊള്ളുന്ന വിധത്തിൽ പറയണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എഴുതി വെക്കണം കേട്ടോ. കുർബാനയ്ക്ക് വരുമ്പോഴെല്ലാം എഴുതിക്കൊണ്ട് വരണം. കൃത്യമായിട്ട് എഴുതി വെക്കണം. കർത്താവ്, ഇതാണ് അങ്ങ് എൻ്റെ കുടുംബത്തിൽ ചെയ്യേണ്ടത്. എൻ്റെ മകൻ ദൈവത്തെ അറിയണം, എൻ്റെ മകള് ദൈവത്തെ അറിയണം, എൻ്റെ കുടുംബം ദൈവത്തെ അറിയണം. പള്ളത്ത് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു സുവിശേഷകനുണ്ട്, അറിയാമോ? പള്ളത്ത് പാപ്പച്ചൻ മാനസാന്തരപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, ഈ മനുഷ്യൻ പട്ടാളക്കാരനാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മദ്യപിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരി തിരുഹൃദയ രൂപത്തിന്റെ പുറകില് എഴുതി വെച്ച്, ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഈ പാപ്പച്ചൻ പള്ളത്ത് ദൈവത്തെ അറിഞ്ഞ് വചനം പ്രഘോഷിക്കുന്ന സുവിശേഷകനായി മാറണമെന്ന് ആ സ്ത്രീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പള്ളത്ത് പാപ്പച്ചൻ എന്ന സുവിശേഷകൻ. കറക്റ്റായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇത് അസാധ്യമാണോ? നിന്റെ മകനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ കൃത്യത വേണം. ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്ത് എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. സന്തോഷമല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നാളെയല്ലേ നമ്മുടെ കൺവെൻഷൻ തീരുന്നേ? അപ്പോൾ ആദർശച്ചൻ നാളത്തെ വെഞ്ചരിപ്പിന്റെ കാര്യങ്ങളെല്ലാം പറയും. നാളെ രാത്രിയിൽ ഞാൻ അത്യാവശ്യം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ എല്ലാവരും കൂടെ വരരുത്, ഞാൻ ചത്തുകൊത്തേ ഉള്ളൂ. അത്യാവശ്യ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നാളെ ആരാധന കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നാളെ, ഇന്നില്ല കേട്ടോ, ഞാൻ നേരത്തെ പോകും. നാളെ നമുക്ക് ആരാധന കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യ രോഗികളോ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നാളെ ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. നല്ലപോലെ